കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിനുള്ളിലുള്ള കൊതു, പല്ലി, പാറ്റ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. മഴക്കാലം തുടങ്ങിയപ്പോൾ ഈ കൊതുവിൻ്റെ ശല്യം വളരെയധികം കൂടിയിരിക്കുകയാണ്. അപ്പോൾ കൊതുവിനെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ പരിസരത്ത് പോലും കൊതു വരില്ല. ഈ ട്രിക്കൊന്ന് ചെയ്തു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൊതുവിനെ തുരത്താനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ശീമക്കൊന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. അതൊരു ഔഷധ ഗുണമുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. അതിപ്പോൾ നമ്മുടെ ഈ വേലിഭാഗത്തും എല്ലാ ഭാഗത്തും ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതേപോലത്തെ വലിയ ഇലകളാണ് കേട്ടോ. വേപ്പിൻ്റെ ഇല പോലത്തെ വലിയ ഇലകളാണ് ഈ ശീമക്കൊന്നയ്ക്കുള്ളത് കേട്ടോ. നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. നമ്മുടെ ഈ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇതില്ല. മറ്റേ വേലി കെട്ടുന്ന സ്ഥലങ്ങളിൽ ഇത് നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് നിറയെ ഉണ്ട്. അപ്പോൾ നമ്മളിതേ കുറച്ചൊരു കൊമ്പ് ഒടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ 2 തണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ 2 തണ്ട് ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഇല നന്നായി ഉണക്കണം. പക്ഷേ ഇപ്പം മഴക്കാലമായ കാരണം ഉണങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ ഒരു പാൻ എടുത്തിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇല ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കരിഞ്ഞ് പോകരുത് കേട്ടോ. നമ്മൾ സിമ്മിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതുക്കെ ചൂടാക്കി എടുക്കുക വേണ്ട കേട്ടോ. നല്ലോണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും കേട്ടോ. ഇപ്പം മഴക്കാലമായ കാരണം തന്നെ നല്ലോണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നന്നായി തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ഒരു ഭാഗം മറിച്ചിട്ടതിന് ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് നമുക്ക് നോക്കട്ടെ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇല പിടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഇലയും നമ്മൾ പാനിൽ നിന്ന് ഇങ്ങനെ ഒറ്റയായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ചൂടായി കിട്ടുമല്ലോ. അപ്പോൾ അതാ ഒരുവിധം നമ്മുടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ മറിച്ച് അപ്പുറത്തെ ഭാഗം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നന്നായി ഇളക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇല എടുത്ത് നോക്കിയപ്പോൾ ആയിട്ടില്ല, സെറ്റായിട്ടില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് തളർന്ന് കിടക്കണമുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഉള്ളത്തെ വെള്ളാംശം പോയാലാണെന്നൊന്ന് ഇല നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അറിയാം എന്തായി എന്തായി എന്നറിയാൻ. കണ്ട ഇപ്പോഴും ഒന്നും സെറ്റായിട്ടില്ല. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇലയൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഒന്ന് പൊട്ടും ചെയ്യും. നമ്മളതേ ഈ ഭാഗം അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇല ഒന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ ദേ ഇല സെറ്റായിട്ടുണ്ട്, നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കാരണം എന്തേ ഇലയിൽ നിന്ന് ചെറിയ ഭാഗങ്ങളൊക്കെ പൊട്ടി പോകുന്നുണ്ട് കേട്ടോ. അതിനർത്ഥം ഇല ചൂടായിട്ടുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ അതേ നമുക്കിതൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഈ പാനിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ചൂടുള്ള കാരണം തന്നെ നന്നായി നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. മുരിഞ്ഞ് കിട്ടിയതിന് ശേഷം കണ്ടില്ലേ എന്തൊരു ഇതാ നോക്കി നോക്കിയേ. ഇരത്ത് വെച്ച് ഉണങ്ങണേക്കാളും സൂപ്പറായിട്ട് ഇതേ നമ്മുടെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ നമ്മൾക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്പുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിയായി കിട്ടും കേട്ടോ. ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. നല്ല ഫൈൻ പൊടിയല്ല, ചെറിയ ഒരു തരിതരിപ്പായിട്ടുള്ള പൊടി തന്നെയാണ് വേണ്ടത്. കണ്ടാൽ ഞാനപ്പോൾ അതേ കയ്യിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ഇലതേ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് എന്താ ആവശ്യം വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് തിരി വേണം കേട്ടോ. വിളക്ക് തിരി വേണം. അപ്പോൾ അതേ ഞാൻ ആ പാത്രത്തിലേക്ക്, കുഞ്ഞു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ശീമക്കൊന്നയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതേ ഇതുപോലത്തെ ഒരു തിരിയാണ് മെയിനായിട്ട് ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് കത്തിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ശീമക്കൊന്നയും വെളിച്ചെണ്ണയും തിരിയിട്ടിട്ട് ഇത് ഒരു ചരാതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ശീമക്കൊന്ന എന്ന് പറയണത്. കൊതുവിന് ഇതിൻ്റെ ഈ മണം ശരിക്കും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ശീമക്കൊന്നയുടെ പൊടി ഇട്ടതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇതിലെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കത്തിക്കണമെങ്കിൽ കത്തിക്കാം. അപ്പോൾ ഞാൻ ഒരു ചെരാത് ഉണ്ടായിരുന്നു. അപ്പോൾ ചെരാതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇത് കത്തിച്ച് വെച്ചാൽ തന്നെ നമ്മുടെ അകത്തൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് കൊതുവിന് പറ്റില്ല. അത് കാരണം കൊതുവും കാര്യങ്ങളൊക്കെ ചത്ത് വീഴും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. കണ്ടില്ല, ഇനി നമുക്കൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ സന്ധ്യ സമയങ്ങളിലൊക്കെ നമ്മൾ കൊതുക് തിരിയും അങ്ങനത്തെ മറ്റുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന കാരണം തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ശ്വാസം മുട്ടും മറ്റും വരാൻ കാരണമാകും. ഇതുകൊണ്ടാകുമ്പോൾ നമുക്കൊന്നും വരില്ല.
ചെറുതായിട്ട് വെളിച്ചെണ്ണ ആയ കാരണം കുറച്ച് തിരി അങ്ങനെ താത്തിയിട്ട് പതുക്കെ അവിടെ ഇരുന്ന് കത്തിക്കോട്ടെ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ അതിൻ്റെ ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.